എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Divine support, empowerment, cultivation, inner knowing, healing, openness. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം മാനസികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനസ്സമാധാനമുള്ളൊരു സമയം തന്നെയാണ് എന്ന് പറയാം. മനസ്സമാധാനമുള്ളൊരു മാസം എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോ പല കാര്യങ്ങളിലും ചിന്തകൾ, അതായത് നിങ്ങൾ ഒത്തിരി അധികം വിഷമിപ്പിക്കുന്ന ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നില്ല. പൊതുവെ കുട്ടികളുടെ കാര്യം, കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട്, പ്രായമായ അച്ഛനമ്മമാരുള്ളെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ജോലിയിൽ പ്രശ്നങ്ങൾ, ജോലിയിൽ നിങ്ങളുടെ മേലധികാരികളോ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്നും തന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു തൃപ്തിയും സ്വസ്ഥതയും മനസ്സമാധാനവും ഒക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ഓം എന്നുള്ളൊരു മന്ത്രം, ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക. പൊതുവെ ഈ ഒരു സമാധാനവും സ്വസ്ഥയും നിലനിൽക്കാനായിട്ട് അത് സഹായിക്കുന്നു. മനസ്സിനൊരു ശാന്തത നൽകാനും സഹായിക്കുന്നു. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശിവക്ഷേത്രം സന്ദർശിക്കുക. തിങ്കളാഴ്ച ദിവസം 1-ാം തീയതി മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിലാണെങ്കിലും 1-ാം തീയതിയും തിങ്കളാഴ്ചയും വരുന്ന ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് ക്ഷേത്രം, മലയാള മാസം 1-ാം തീയതിയാണ് ഉദ്ദേശിച്ചത്, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. അതുപോലെ മഹാദേവൻ ശിവന് കൂവളമാല അർപ്പിക്കുകയും ചെയ്യുക. ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സ്ഥിരതയും സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട്. മറ്റ് മതത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിക്കുക. നെക്സ്റ്റ് വന്നിട്ട് എംപവർമെന്റ് ആണ്. അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ നിങ്ങൾ ഇത്തിരി അതായത് ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസം ഇല്ല ജീവിതത്തിൽ. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒത്തിരി സമാധാനക്കേടും സ്വസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലാകുന്ന ഒരു സാഹചര്യമാണ്. ലൈഫിൽ എങ്ങനെയാണ്, എവിടെയാണ് ജീവിതത്തിൽ, എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന അപകർഷതാബോധം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ ഇപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ഈ ഒരു മാസം നിങ്ങളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക ചാമുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പെട്ടെന്ന് നോ പറയാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക എനർജി ഉണ്ട്. അപ്പൊ മറ്റുള്ളവര് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നുള്ളതല്ല, അതായത് നിങ്ങൾ പറയുന്നതിന്റെ യുക്തി മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ആൾക്കാർ ശ്രമിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു മാസം നിങ്ങൾ പറയുന്ന യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി അവര് നോ എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും
അത് ആലോചിക്കാമെന്നോ അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞ്, അതായത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഒക്കെ പഴയ പോലെ തന്നെ കാണിക്കുന്നു. അല്ലെങ്കിൽ പഠിത്തത്തിന് ഓരോരുത്തരുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ നിലനിന്ന് പോകുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. കായികമായിട്ടുള്ള കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ, പാട്ട് പാടുന്നത്, നൃത്തം ചെയ്യുന്നത്, അതേപോലെ സ്പോർട്സ്, പലതരത്തിലുള്ള ആർട്സ്, ചിത്രരചന, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകാനുള്ള അവസരം വരുന്നുണ്ട്. സ്കൂൾ സംബന്ധമായിട്ട് ബന്ധപ്പെടുത്തി, കോളേജ് സംബന്ധമായിട്ടൊക്കെ, സർവകലാശാലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പിന്നെ എടുത്തു പറയാനുള്ള വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഒരു പരിധിയായി, കുട്ടികൾക്ക് ഒരു പ്രായമായി, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും. സംഗീതമോ നൃത്തമോ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ചിത്രരചന, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. അതായത് പ്രായഭേദമന്യേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം എന്നാണ് കാണിക്കുന്നത്. ഇന്നർ നോയിങ് ആണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് സ്ഥിരതയാണ്. സ്ഥിരത എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം തുടങ്ങിയിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക്. അത് അവിടെ നിർത്തി പിന്നെ പുതിയതിലേക്ക് പോകുന്നു, പിന്നെ അതവിടെ നിർത്തി പുതിയതിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ഥിരത ഉണ്ടാകുന്നുണ്ട്, ഗീവ് അപ്പ് ചെയ്യുന്നില്ല പെട്ടെന്ന്. അല്ലാതെ നിങ്ങൾ സ്ഥിരതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ വളരെയധികം മാറ്റുകൂടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് വാങ്ങിക്കുകയോ വിൽക്കുകയോ മറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ വീട് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കാലങ്ങളായി ഇതുവരെ ഒന്നും ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ വീട് കാര്യങ്ങളൊക്കെ വിറ്റ് പോകുന്ന, പ്രോപ്പർട്ടീസ് ഒക്കെ വിറ്റ് പോകുന്നത് ഒക്കെയുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വീട് അറ്റകുറ്റപ്പണി ചെയ്യുന്ന ഒരു സാഹചര്യമാകാം. മറ്റു ചിലരിൽ ഒരു ദൈവികമായിട്ടുള്ള അംശമുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബക്ഷേത്രമോ മറ്റൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ദേവപ്രശ്നം വയ്ക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് അത് കുടുംബക്ഷേത്രം ട്രസ്റ്റിന് കൈമാറുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പരദേവതയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഭാവനയോ സാമ്പത്തികമായിട്ടുള്ള സഹായമോ കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിലും മുസ്ലിംസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ ഇടവക അങ്ങനെയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സഹായം ചെയ്യുന്നതും ആവാം അത് സൂചിപ്പിക്കുന്നു. അതേപോലെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം പൊതുവെ സ്വസ്ഥതയുള്ളൊരു സമയം. കാരണം വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും വരുന്നുണ്ടാവില്ല. അടുത്തിടയ്ക്ക് സ്ഥിരമായിട്ട് എപ്പോഴും പനി, ജലദോഷം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈർഷ്യയുള്ള അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവര്, പ്രായമായിട്ടുള്ളവരൊക്കെ വീട്ടിലുള്ളവര്, അവർക്കൊക്കെ ഈ അസുഖങ്ങളുള്ളവര്, അപ്പൊ ഇതില് ഈ ഒരു മാസം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബില്ല് കുറവായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വരുന്നില്ല. മനസമാധാനം എന്ന് പറയുന്ന ഒരു തരത്തിൽ അസുഖമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ ഒരു സാഹചര്യമാണ്. അപ്പോ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് മികച്ചൊരു മാസം തന്നെയാണിത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഓപ്പൺനെസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യത്തിൽ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യം, വളരെ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ, വളരെ എംപവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അവസരം വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന്റെ ഒരു സൂചന അവിടെ തരുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കടമുറികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് പണിതിട്ടുണ്ട് അതൊക്കെ വാടകയ്ക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാകുന്നുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ലാഭം നിങ്ങൾക്ക് കൊയ്യാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറയാം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനും അത് ശുഭാരംഭം, പുതിയ ഇനോഗ്രേഷൻ, കടയായാലും എന്തായാലും പുതിയ ബിസിനസ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം ഈ മാസത്തിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നല്ലൊരു സമയം നോക്കി കുറിച്ച് സമയത്ത് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.